ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കരസ്ഥമാക്കിയ മോഹൻലാലിന് സ്വീകരണമൊരുക്കുന്ന സർക്കാർ പരിപാടിയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. മലയാളം വാനോളം ലാൽ സലാം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി എത്തും. സെപ്റ്റംബർ 23-ാം തീയതിയാണ് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ചാണ് നടൻ ഈ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങിയത്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. ആദ്യമായാണ് ഒരു മലയാള നടന് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. അതേസമയം പരിപാടിക്ക് ലാൽ സലാം എന്ന പേര് നൽകിയതിനെ ചൊല്ലി വലിയ രീതിയിലാണ് വിമർശനം ഉയരുന്നത്. മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങ് ചുവപ്പുവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. എന്നാൽ ലാൽ സലാം എന്ന വാക്ക് മോഹൻലാലിനോടുള്ള ആദരസൂചകമായാണ് നൽകിയതെന്ന വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. അതേസമയം പുരസ്കാര ചടങ്ങിൽ മോഹൻലാലിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി സംസാരിക്കുകയും ചെയ്തു. വേദിയിൽ മോഹൻലാലിന്റെ നാടകമായ കർണഭാരത്തെക്കുറിച്ച് പരാമർശിച്ച രാഷ്ട്രപതി മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചതിൽ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണെന്നും പറഞ്ഞു. വിവിധ ഭാവങ്ങൾ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞിരുന്നു.